CPM നേതാവ് PK ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നുവെന്ന ചില നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളിൽ യൂത്ത് കോൺഗ്രസിൽ ഭിന്നസ്വരം. PK ശശി ഉൾപ്പെടെ CPMൽ അരികുവൽക്കരിക്കപ്പെട്ട നിരവധി ആളുകളുണ്ടെന്നും അവർ കോൺഗ്രസിൽ ചേരാൻ തയ്യാറായാൽ സ്വാഗതം ചെയ്യുമെന്ന് മുതിർന്ന നേതാവ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞിരുന്നു. പിന്നാലെ ശശിക്ക് അയോഗ്യതയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ MLAയും അഭിപ്രായപ്പെട്ടിരുന്നു. പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ ശശിയുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച തുടരുകയാണെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശശിയെ ഒപ്പം നിർത്തിയാൽ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് UDF കണക്കുകൂട്ടൽ. എന്നാൽ ശശിയെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം തുടരുന്നതിനിടയിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തി. ദീർഘവീക്ഷണമില്ലാതെ പ്രാദേശിക തലത്തിൽ നടത്തുന്ന ഇത്തരം നീക്കങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിൽ പ്രതികരിച്ചു. പ്രാദേശിക തലത്തിൽ കുറച്ച് വോട്ടിന് വേണ്ടിയുള്ള ഇത്തരം നീക്കങ്ങൾ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ നഷ്ടത്തിനിടയാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊലക്കുറ്റം നേരിടുന്നയാളെപ്പോലും സംഘടനയിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപക്ഷെ ജനം മനസ്സിലാക്കിയേക്കും. എന്നാൽ PK ശശിയെപ്പോലെ സ്ത്രീപീഡന ആരോപണം നേരിടുന്നയാൾക്ക് പരവതാനി വിരിക്കാൻ കോൺഗ്രസ് തയ്യാറാകരുത്. സ്ത്രീകളെ അഭിമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്നും ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർക്ക് ഇത് അംഗീകരിക്കാനാവില്ലെന്നും ദുൽകിഫിൽ പറഞ്ഞു. നേരത്തെ ശശി വിഷയത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് ദുൽകിഫിൽ ഫേസ്ബുക്ക് പോസ്റ്റുമിട്ടിരുന്നു. സ്ത്രീപീഡന പരാതി അടക്കം നേരിട്ട വ്യക്തിയെ സഹകരിപ്പിക്കരുതെന്നാണ് ദുൽകിഫിലിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ്.